മൈലേസ്റ്റർ മാർക്കറ്റിംഗ് കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ പഠിച്ചത്. വിശ്വാസം ആർജിക്കണമെങ്കിൽ 3 രീതിയിലാണ് പ്രധാനമായും വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പിന്നെ പൊതുവെ പറയാറുണ്ട്. ഒന്ന് ഇന്റലക്ച്വൽ ബിലീഫ് എന്ന് പറയും. ഇന്റലക്ച്വൽ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പറ്റി, അറിയാത്ത കാര്യത്തെ പറ്റി നമ്മൾ പഠിക്കുക. അതായത് പണ്ടുകാലത്ത് ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ കുറെ കിതാബുകളും നോട്ട് ബുക്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ സ്കൂളിൽ പോയ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അവിടെ പോയി നമ്മൾ ബുക്ക് നോക്കിയിട്ടും ടീച്ചേഴ്സിന്റെ ഗുരുനാഥന്മാരുടെ പിന്നെ ക്ലാസ്സുകൾ കേട്ടിട്ടും നമ്മൾ എഴുതി പഠിച്ച, മനസ്സിലാക്കി ആർജിച്ച ഒരു വിദ്യാഭ്യാസമാണ് പിന്നീട് ജീവിതത്തിലും പിന്നെ അതേപോലെ ബിസിനസ്സിലും വ്യക്തിപരമായ എല്ലാ കാര്യത്തിലും നമ്മളെ സ്വാധീനിച്ചത്. അതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു അക്കാഡമിക് വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമിലൂടെ കിട്ടും, അതേപോലെ ക്ലാസ് റൂമിലൂടെ കിട്ടും. ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് SLTC അബോവ് ലീഡേഴ്സിന് വേണ്ടി ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടാവുന്നുള്ള യാതൊരുവിധ തർക്കവുമില്ല. ഡ്രീമുകളും പർപ്പസുകളും അതേപോലെ തന്നെ ലക്ഷ്യബോധങ്ങളൊക്കെ എത്രമാത്രം ആവശ്യമുണ്ടെന്നുള്ളവർ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ആ മേഖലയിൽ ഇതേപോലെ ഒരു പഠനത്തിന് വിധേയമാണ്. ഭൂരിഭാഗം ആളുകളും ചെയ്യുക പഠിക്കാനൊക്കെ പിന്നെ ആവാം, പക്ഷെ കാശുണ്ടാക്കുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് ഒരു കൈ നോക്കാൻ വിചാരിച്ചാൽ ആൾക്കാർ ഇറങ്ങാം. അതുകൊണ്ട് തന്നെ ഇത്തരമാണ് ഈ ബിസിനസിന്റെ അകത്ത് ആളുകൾ പിന്നെ വരാനും പോകാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിലാണ് ഈ ബിസിനസിന്റെ ഭാവി കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ ഇതിനകത്ത് ഭാവി കിടക്കുന്നു. അതുകൊണ്ട് ഈ ബിസിനസ്സിനകത്ത് പിടിച്ചു നിന്ന് പ്രവർത്തിക്കാൻ ഒരാളായി നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിങ്ങൾ ഏറ്റവുപരമായ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഈ ബിസിനസിനെ പറ്റിയുള്ള മിഥ്യാധാരണകൾ. മറ്റൊരു ആളുകളൊക്കെ നിങ്ങൾ ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ മേഖലയിലും കിട്ടുന്ന റെസ്പെക്റ്റോ ബഹുമാനമോ ഒന്നും തുടക്ക കാലഘട്ടം നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ പണത്തിനോട് ആർത്തി ഉള്ളതുകൊണ്ടാണ് ചെയ്തത്. വേറെ ഇയാള് ഈ പണിയല്ലാതെ വേറെ എന്ത് പണി ചെയ്താൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേനെ എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഒരു മെന്റൽ കരുത്തായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ മേഖലയിൽ അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഭൂരിഭാഗം ആളുകൾ ഇത് കേൾക്കും, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ കേൾക്കുന്നൊരു കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബിസിനസ്സിനകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാർബർ ഷോപ്പിനെ പറ്റി പഠിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ബാർബർ ഷോപ്പ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ബാർബർ ഷോപ്പ് ഉണ്ടാവും, ഒസാൻ എന്നൊക്കെ പറയും. ഒസാൻ അല്ലെങ്കിൽ ബാർബർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ പണ്ട് കാലത്തൊക്കെ ഒരു 5 കൊല്ലം മുന്നേയൊക്കെ ഞാൻ കണ്ടത്, നമുക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടിലായ ആളുകൾ അല്ലെ, ഒന്നുകിൽ ഏതെങ്കിലും ഒരു പുരുഷോത്തമനോ അല്ലെങ്കിൽ ഒരു ഇസ്മയിലിക്കയോ അല്ലെങ്കിൽ കോയക്കയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആൾക്കാരായിരിക്കും ബാർബറായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് അവരായിട്ടുള്ള നല്ല സൗഹൃദം ആ മുടിവെട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാൻ ഇടപെടാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഇതിനുള്ള സാഹചര്യം ഇല്ല. കാരണം വെട്ടുന്നൊക്കെ ബംഗാളികളാണ്. അതുകൊണ്ട് ഒരു വെള്ള തുണി കൊണ്ട് അവർ പുതയ്ക്കും, അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആംഗ്യം കൊണ്ടായിരിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്കൊരു ബേജാറാണ്, ഇത് ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ അവർ മുറിച്ചെന്ന് പറയാനാവില്ല. സത്യത്തില് മുടി വെട്ടാനും ബംഗാളിന്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ ഒരു ഇരുത്തം ഈ ബിസിനസിന്റെ അകത്ത് 5 കൊല്ലം ഇരുന്നാൽ ലക്ഷാധിപതിയും കോടീശ്വരനാകുന്ന ബിസിനസിന്റെ പേരാണ് മൈലേസ്റ്റർ മാർക്കറ്റിംഗ്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. കാരണം ഈ ബിസിനസിന്റെ അകത്ത് വിജയിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഭാവി ഈ ബിസിനസ്സിലുണ്ട് എന്നുള്ളതാണ് ഞാൻ എന്റെ അനുഭവം കൊണ്ട് പഠിച്ചത്. അങ്ങനെ ഒരുപാട് ആളുകളുടെ മുന്നിൽ ബംഗാളിനെ പോലെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 22 കോടി പേർമാച്ചുള്ള ഏതാണ്ട് ഒരു 3.25 കോടി രൂപ വരുമാനം വാങ്ങിയ ഒരു ലീഡറായിട്ട് ബിസിനസിന്റെ അകത്ത് ഞാൻ മാറി എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ആരുമില്ല ഇരുന്നോടത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരാരും നമ്മളെ ഒന്നും നഷ്ടപ്പെടുത്തി കൊണ്ടുവന്നില്ലാലോ, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുകയല്ലേ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം നമ്മൾ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ ആർജിച്ചെടുക്കണം. നിങ്ങൾ ഏത് മേഖലയിൽ കരുത്തുള്ള ആൾക്കാരാണെങ്കിലും ഈ മേഖല പുതിയതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ മാത്രമേ ഈ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരൂ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, ആദ്യം ഇന്റലക്ച്വൽ ബിലീഫ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി നമ്മൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അറിവോടുകൂടി ഉണ്ടാവുന്ന വിശ്വാസം. 2, എക്സ്പീരിയൻസ് ബിലീഫ്, അനുഭവങ്ങളിലൂടെയുള്ള പഠനം. അത് നമുക്ക് പ്രോഡക്റ്റിലായാലും അതേപോലെ ബിസിനസ്സിലാണെങ്കിലും റെക്കഗ്നൈസേഷൻ ആണെങ്കിലും ചെറിയ ചെറിയ റാങ്കുകൾ കിട്ടുന്നത് അംഗീകാരങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള ചെറിയ ഘട്ടഘട്ടമായി ഉണ്ടാകുന്ന ഒരു വളർച്ച ഈ ബിസിനസ്സിന് ആവശ്യമായ ഒരു വളർച്ചയാണ്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെന്റൽ ബിലീഫാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസിന്റെ അകത്ത് എന്താണോ ആളുകൾ എതിർക്കുന്നത്, ഈ ബിസിനസ്സിൽ വിജയിക്കില്ല അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് കാര്യമായ ഒരു മാറ്റം ഈ ബിസിനസ്സിൽ വരില്ല എന്നൊക്കെ നമ്മളെ മുന്നിൽ നിന്ന് പറഞ്ഞ ആളുകളെ മുന്നിൽ വിജയിച്ച് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന ഇടത്താണ് ഈ ബിസിനസിന്റെ വേറൊരു ഭാഗം കിടക്കുന്നത്.
അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു മാറ്റം നമുക്ക് ഈ ബിസിനസ്സിൽ ആവശ്യമാണ്. ഈ മാറ്റത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബിസിനസിന്റെ അകത്ത് അടിസ്ഥാനപരമായ മറ്റുള്ള ആളുകളെ കളിയാക്കലിന് മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ നെഗറ്റീവ് കമന്റുകൾക്ക് മുൻപ് നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് കാര്യമായ ഒരു മാറ്റം നമ്മളുടെ സ്വഭാവത്തിലും നമ്മളെ ഈ പറയുന്ന ബിസിനസ്സിനകത്ത് നമ്മൾ കൊണ്ടുവരാൻ പറ്റണം. അതുകൊണ്ട് നിരന്തരമായ ട്രെയിനിങ്ങുകളും നിരന്തരമായ മീറ്റിങ്ങുകളും നിരന്തരമായ പ്രവർത്തനങ്ങളാണ് ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ആ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കാനും തയ്യാറാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും ഞാനത് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യത്തെ പറ്റി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, നല്ല എനർജിയോട് കൂടി ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് മൈലേജ് മാർക്കറ്റിംഗ്. അപ്പോ എങ്ങനെയാണ് നമ്മൾ എനർജി ഉണ്ടാക്കുക? നമുക്ക് കുറച്ച് എനർജി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ആന്തരികമായ ശരീരത്തിനകത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ എനർജി, അല്ലെ? പക്ഷെ മൈൻഡിന്റെ എനർജിയെ പറ്റി ഞാൻ പറയുന്നത് ഫിസിക്കൽ എനർജിയെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി എനർജിയെ പറ്റിയല്ല പറയുന്നത്, മനസ്സിന്റെ എനർജിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായും നമുക്ക് നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പാട് തന്നെ നിങ്ങളുടെ റൂമിലെ ഒരു ലൈറ്റ് നിങ്ങൾ ഓൺ ചെയ്ത സമയത്ത്, ആ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് ആ സ്വിച്ചിലൂടെ ഒരു എനർജി പാസ് ചെയ്തിട്ടുണ്ടാവും. ആ എനർജിയാണ് നിങ്ങൾക്ക് അതിനകത്ത് ബന്ധപ്പെട്ട് നമുക്ക് മാറിയത്. അതേപോലെ മൈലേജ് മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും രാവിലെ എഴുന്നേറ്റ് ഈ സ്വിച്ച് മോഡ് ഓൺ ചെയ്യണം. അപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ മോർണിംഗ് മീറ്റ് നിങ്ങളുടെ സ്വിച്ച് മോഡ് ഓൺ പ്രാപ്തരാക്കുന്നുണ്ടാവും. അപ്പൊ നിരന്തരമായി ഈ മോർണിംഗ് മീറ്റ് കേൾക്കുന്ന സമയത്ത് എനർജി നിങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്താൽ, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ടത് വർക്ക് മോഡിലേക്ക് മാറ്റണം, നിങ്ങൾ പ്രവൃത്തിയിലേക്ക് മാറണം. പക്ഷെ അവിടെയാണ് നിങ്ങൾ ഭൂരിഭാഗം ആളുകൾ പരാജയപ്പെടുന്നുണ്ടാവുക. ആ പ്രവൃത്തിയിൽ പരാജയപ്പെടാനോ അല്ലെങ്കിൽ അതിനകത്ത് ആത്മവിശ്വാസം കിട്ടാതിരിക്കാനുള്ള കാരണത്തെ പറ്റി നിങ്ങൾ പഠിക്കണം. എന്തായിരിക്കും? രണ്ട് കാരണങ്ങളായിരിക്കും. ഒന്ന് അറിവില്ലായ്മയായിരിക്കും, രണ്ട് കഴിവില്ലായ്മയായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, അറിവും കഴിവും ഉണ്ടാക്കിയാൽ മൈലേജ് മാർക്കറ്റ് രക്ഷപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിൽ അതങ്ങ് ഉണ്ടാക്കിയാൽ പോരെ? അതാലോചിച്ച് നോക്കിയേ, തീരാവുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ എവിടെയോ ഒരു മാനസികമായ ഒരു മൈൻഡ് ബ്ലോക്ക്, അല്ലെങ്കിൽ ആ മാനസികമായ നമുക്കിത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്താഗതി. അതുകൊണ്ട് ഒരു ദീർഘവീക്ഷണം വേണം, വ്യക്തമായ ഒരു ഗോൾ വേണം, ടാർഗറ്റ് വേണം. ഞാൻ എന്തിന് ഈ ബിസിനസ് ചെയ്യുന്നു, വൈ എന്ന് പറയുന്ന ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം. ഈ കടബാധ്യതകൾ തീർക്കാനാണോ, അതല്ലെങ്കിൽ ഈ ബിസിനസിന്റെ അകത്ത് എനിക്ക് കാറ് വാങ്ങാനാണോ, വീട് വെക്കാനാണോ, അല്ലെങ്കിൽ നല്ല ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനാണോ, ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കാനാണോ, ഒരു ട്രെയിനിങ് ഉണ്ടാക്കാനാണോ? ഇത്തരം ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ബിസിനസ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ, ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ എത്രയും വേഗം ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ട്രെയിനിങ്ങിലൂടെയും മീറ്റിങ്ങിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ. ഒന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വെറുതെ സമയം പോക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ അകത്ത് പരാജയപ്പെട്ടവന്റെ പട്ടികയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം, വിജയിച്ചതിന്റെ പട്ടികയിൽ വരില്ല. ഈ ബിസിനസ് പരാജയപ്പെട്ട ആളുകളെ പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഇവരാരും മൈലേജ് മാർക്കറ്റ് എലമെന്റ്സ് വെല്ലസിനെ പറ്റിയോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഔട്ട് പ്രൊഡക്റ്റിനെ പറ്റി ആരും കംപ്ലൈന്റ് പറയില്ല, ബിസിനസിനെ പറ്റിയേ കംപ്ലൈന്റ് പറയില്ല. ആകെയുള്ള കുഴപ്പം അവർക്ക് ആ പറയുന്ന ബിസിനസ്സിനകത്ത് വിജയിക്കാനായില്ല. ഞാൻ കുറെ മെനക്കെട്ട് നോക്കി എനിക്കൊന്നും ആവാൻ പറ്റിയില്ല. എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായി ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല, അടിസ്ഥാനപരമായ ഒരു മാറ്റം അവരിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പരാജയപ്പെട്ടവന്റെ വഴിയല്ല നിങ്ങൾ പോകേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിനകത്ത് ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ എവിടെ വരെ പോകും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ ഒരു ഉദ്ദേശവും ഇല്ല, ഒരു ലക്ഷ്യമില്ല, നിങ്ങൾ അയാളാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ എവിടെ വരെ പോകും? ഇപ്പൊ സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ചോദിക്കാൻ, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഉത്തരം ഞാൻ തന്നെ പറയാം. ഒറ്റ സ്ഥലം വരെ പോകും, മാക്സിമം ശ്മശാനം വരെ പോകും. കാരണം എന്താണ്? ജീവിതത്തിൽ ഉദ്ദേശവും ലക്ഷ്യമില്ലാത്ത ഒരാളെ ആത്മഹത്യയിലാണ്, പിന്നെ എങ്ങോട്ട് പോകാനാണ്? ക്ലിയറായോ? എന്ന് പറയുന്ന പോലെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ മൈലേജ് മാർക്കറ്റിൽ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് തെറ്റായ മാർഗത്തിലൂടെ പോകുന്നത്? വിജയിക്കാൻ ആവശ്യമായ സ്ഥലത്തോട് നിങ്ങൾ പോയില്ലേ? എത്ര ആളുകളുടെ ജീവിതമാണ് നിങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നത്? ആലോചിച്ച് നോക്കിയേ. ക്ലിയർ? ജീവിതത്തിൽ മാറ്റം വരുമോ? അവരൊക്കെ പരാജയപ്പെടുന്ന പട്ടികയിലേക്ക് പോകില്ലേ? ഒരു ഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഞാൻ ഫോളോ ചെയ്ത കറക്റ്റായ മാർഗത്തിലൂടെയല്ല എന്ന് മനസ്സിലായാലും എത്ര ആളുകളുടെ ലൈഫ് പോകും? അപ്പൊ ഈ ബിസിനസ്സിനകത്ത് ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനകത്ത് വന്ന എല്ലാ ആളുകളും, നിങ്ങൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമായിക്കോട്ടെ, വായിക്കാൻ അറിയാത്ത ആളുകളായിക്കോട്ടെ, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഉള്ള ആളായിക്കോട്ടെ, ഇല്ലാത്ത ആളുകളായിക്കോട്ടെ, നിങ്ങളെല്ലാം ഈ പ്രോപ്പർ സിസ്റ്റത്തെ ഒന്ന് ഫോളോ ചെയ്യണം. വ്യാപാരമായ ഒരു കഴിവ് കൊണ്ടല്ല നമ്മൾ ബിസിനസിന്റെ അകത്ത് രക്ഷപ്പെടുന്നത്, പകരം നമ്മൾ ആവശ്യമായ രീതിയിലുള്ള വിജയിച്ച ആളുകൾ പറയുന്ന ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുമ്പോഴാണ് അതിനകത്ത് വിജയിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു എനർജിയോട് കൂടി ഇരിക്കുക. അതിൽ രാവിലെ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, പ്രാഥമികമായ കാര്യങ്ങൾ നമ്മൾ ഒരു ചിട്ടയോടുകൂടി ഒരു ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു മാനസികമായ ഒരുക്കം നിങ്ങളിലുള്ള ചിന്തയിലും പ്രവൃത്തിയിലും ബോഡി ലാംഗ്വേജിലൊക്കെ കൊണ്ടുവരിക. അതിനാവശ്യമായ ഡ്രസ് കോഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. അതേപോലെ തന്നെ വർക്ക് മോഡിലേക്ക് നമ്മൾ
കാര്യമായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ആളെ കൂട്ടാൻ പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് നിങ്ങൾ റീറ്റെയിലിംഗും ചെയ്താൽ മതി. ആ ഉൽപ്പന്നത്തിലൂടെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ബിസിനസ് കയറി വരും. അതുകൊണ്ട് എനിക്ക് മറ്റേ വെല്ലിസാറെ പോലെ ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആരും പരിചരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ ബിസിനസ് എത്ര രക്ഷപ്പെടും. ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റിയും നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ വേണം. എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ടോ? ശൈലേഷ് ബാലിന് വീക്ക്നെസ് ഉണ്ടോ? ശൈലേഷ് ബാലിന് വീക്ക്നെസ് ഉണ്ട്. ശൈലേഷ് ബാലിന് സ്ട്രെങ്ത് ഉണ്ട്. ശൈലേഷ് ബാലിന് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ ഞാൻ വീക്ക്നെസ് നോക്കാറില്ല, സ്ട്രെങ്തേ നോക്കാറുള്ളൂ. പല ആളുകൾ നോക്കി എന്താണ് വീക്ക്നെസ് ആണ്. ചില ആളുകൾ സംസാരിച്ചാൽ തന്നെ നെഗറ്റീവ് ആവും. അയ്യോ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, പ്രാരാബ്ദം എന്തൊക്കെയാണ് ഒരു 5 മിനിറ്റ് അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ വരിക. പ്രതീക്ഷകളെ പറ്റി സംസാരിക്കാറുണ്ടേ, നമ്മളെ സ്ട്രെങ്ത്തിനെ പറ്റി സംസാരിക്കണ്ടേ. അപ്പൊ എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം നമ്മളിൽ കൊണ്ടുവരണ്ടേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റ് ഈസ് നോട്ട് എ പ്രസന്റ് പ്രോബ്ലം എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങൾ ഇന്നത്തെ പ്രശ്നമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പോളിഷ് ചെയ്ത് മെരുക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അപ്പൊ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നിങ്ങളെ പറ്റി നിങ്ങളൊന്ന് ഇരിക്കണം, ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ ഒരു 10 രൂപയുടെ നോട്ട് ബുക്ക്, ഒരു 10 രൂപയുടെ പെണ്ണുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അത് കൊച്ചേഴ്സ് ജില്ലപ്പള്ളി പറയുന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റി നിങ്ങൾ എഴുതുക, നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി നിങ്ങൾ എഴുതുക. ആ വീക്ക്നെസ്സുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തുക. സ്ട്രെങ്ത്തിനെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മതി. നിങ്ങൾ ആരോട് മത്സരിക്കേണ്ട. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളോട് കഴിഞ്ഞ കാലത്തിനെ പറ്റിയും ഈ പറയുന്ന കാലഘട്ടവും ഇനി വരാൻ പോകുന്ന കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മത്സര ബുദ്ധി നിങ്ങൾ കൊണ്ടുപോകാൻ മതി. ഇതാ ഞാൻ പഠിച്ചത്. ഞാൻ ആരോട് മത്സരിച്ചിട്ടില്ല. പക്ഷെ എന്റെ ജീവിതത്തിനകത്ത് വിജയിക്കണമെങ്കിൽ ഞാൻ എന്നോട് മത്സരിക്കണം എന്നുള്ള ചിന്ത എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ഒരുപാട് അഡ്വാൻസ് ചെയ്യാറുണ്ട്. എന്ന് കണ്ട ആൾക്കാർ നാളെ കാണുമ്പോൾ എന്തെങ്കിലും മാറ്റം എന്റെ ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ടാവും. അത്രയും ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രെങ്ത്തിനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുക. എനിക്ക് റീറ്റെയിലിംഗ് ആണ് ഇപ്പൊ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത്. ആ റീറ്റെയിലിംഗിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ആളുകളെ കൊണ്ടുവരാൻ ബിസിനസിന്റെ അകത്ത് പറ്റുന്നില്ല, അതിന്റെ വീക്ക്നെസ് ആണ്. ആളുകളെ കൊണ്ടുവരാൻ ആവശ്യമായ രീതിയിലുള്ള ഇൻവിറ്റേഷനെ പറ്റിയും അതേപോലെ 1-to-1 പ്രസന്റേഷനെ പറ്റിയും പ്രോഡക്റ്റിനെ പറ്റി ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതോ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള വർക്ക്ഷോപ്പോ കാര്യങ്ങളോ നിങ്ങളുടെ ടീമിനകത്ത് ലീഡർമാരോട് സംഘടിപ്പിച്ചിട്ട് അതിന് ഇരുന്ന് കൊടുക്കുക, കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കുക. ക്ലിയർ ആയോ? അപ്പൊ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതാണ് ബിസിനസ്സിനകത്ത് വിജയിക്കാൻ ആവശ്യമായ കാര്യം. ഇതാണ് ഞാൻ പറയുന്ന വർക്ക്. ക്ലിയർ ആയോ? എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വർക്കിലേക്ക് മാറ്റേണ്ടത് ഈ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ. നെക്സ്റ്റ്, യുവർ നീഡ് ആൻഡ് ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്. ഈ ബിസിനസ്സിനകത്ത് ഇന്ന് എന്നെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ആളുകൾ ഞാൻ കാണുന്ന സമയത്ത് എല്ലാവരും മിടുക്കന്മാരാണ്, നല്ല പ്രസന്നരായ മുഖമുണ്ട്, രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത്, ചില ആളുകൾ കുളിച്ചിട്ടുണ്ട്, ചില നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ നല്ല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. ഉറക്കെ ചെലവൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ ആളുകൾക്കും ഒരു പ്ലസന്റ് മൈൻഡൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. ആവശ്യങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിന്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ രാവിലെ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞാൽ ചില ആളുകൾ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കും, ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കും, രാത്രി ഡിന്നർ കഴിക്കും. അതേപോലെ നല്ല ഡ്രസ്സ് നിങ്ങൾക്കുണ്ട്, അതേപോലെ നല്ല വീട് നിങ്ങൾക്കുണ്ട്. ചില ആളുകൾക്ക് മാത്രമേ ചെറിയ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ദാരിദ്ര്യം ഒരാളെയും മുഖത്ത് ഞാൻ കാണുന്നില്ല. ക്ലിയർ ആയോ? ദാരിദ്ര്യം നിങ്ങളുടെ മുഖത്തൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ വിചാരിച്ച എങ്ങനെയാണ്, എനിക്ക് എന്റെ അച്ഛൻ അധ്യാപകനായ പിന്നെ ഒരു ആളുടെ മകനായി ജനിച്ചത് കൊണ്ട് ദാരിദ്ര്യം എന്റെ വീട്ടിൽ വന്നിട്ടില്ല. രാവിലെ ഉച്ചയ്ക്കും രാത്രിയും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ സഞ്ചരിക്കാനുള്ള ചെറിയൊരു സ്പ്ലെൻഡർ ബൈക്ക് വന്നിട്ടുണ്ട്. അതേപോലെ കിടന്നുറങ്ങാനുള്ള ഒരു ബെഡ്റൂം ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ, ഇനി നമുക്ക് ജോലി ഇല്ലെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അച്ഛൻ ഉണ്ടായി തരാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ മൈലേജ് മാർക്കറ്റിംഗിൽ ഒരു മീറ്റിംഗിൽ പോയിരുന്ന സമയത്ത് അവിടെ സൂട്ടിട്ട ആളുകള്, അതേപോലെ തന്നെ ടൈ ഇട്ട ആളുകള്, നല്ല ഡ്രസ് കോഡ് ധരിച്ച ആളുകള്, കുറച്ചുകൂടി ഡിസിപ്ലിനോടുകൂടി ലൈഫിനെ സമീപിക്കുന്ന ആളുകൾ, അവരൊക്കെ വന്നത് സ്വന്തം കാറിലേക്കാണ്. പ്രീമിയം ക്ലാസ് കാറൊക്കെ ഞാൻ കണ്ടു. സത്യത്തിൽ അവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി, എവിടെയോ എനിക്കൊരു ദാരിദ്ര്യം മനസ്സിലായി. ഈ ദാരിദ്ര്യം എന്താണെന്നറിയോ? നല്ല വീട് വെക്കാൻ പറ്റാത്തത്, നല്ല കാറ് വാങ്ങാൻ പറ്റാത്തത്, നല്ല രീതിയിൽ പിന്നെ ജീവിക്കാൻ പറ്റാത്തത്, നല്ല യാത്രകൾ പോകാൻ പറ്റാത്തത്, നല്ല ഹോട്ടലിൽ പോകാൻ പറ്റാത്ത ഒരു തരത്തിൽ ദാരിദ്ര്യമാണ് എന്നെ പഠിപ്പിച്ച കമ്പനിയുടെ പേരാണ് മൈസ്റ്റർ മാർക്കറ്റിംഗ്. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ഭൂരിഭാഗം ആളുകൾ നമ്മൾ കിട്ടിയത് വാങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഒരു 350 രൂപ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് ബീച്ചിൽ പിന്നെ അവിടെ ഒരു ഷെഫ് പിള്ളേന്റെ ഒരു ഹോട്ടലുണ്ട് പുതിയതായിട്ട് വന്നത്. നിങ്ങൾ എല്ലാവരും എപ്പോഴെങ്കിലും പോകണം.
അവിടെ ഫിഷ് നിർമ്മാണം എന്ന് പറയുന്ന ഒരു കറിയുണ്ട്. എപ്പോഴും യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടില്ല. ഞാൻ പോയി കഴിച്ചു. 350 400 രൂപ 450 രൂപയാണ് എന്റെ പൈസ. എന്ത് ടേസ്റ്റാണ് അറിയോ? 450 രൂപ ഒരു ഫിഷ് കറി ഞാൻ കഴിച്ചു. ഒരു പൊറോട്ട കഴിച്ചു. ഞാൻ 3 ആൾക്കാർ കഴിച്ച ബില്ല് 400 രൂപ. ഇതൊന്നും മൈലേജ് മാർക്കറ്റിൽ വന്നില്ല, ഞാൻ പോവുകയില്ല. ആഗ്രഹിച്ചത് കൊണ്ട് നമ്മൾ അത് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ഫുഡ് മെനു നമ്മൾ വിചാരിച്ചത് ഒരു 150 രൂപ കിട്ടുന്ന, പക്ഷെ അതിന്റെ മെനു നോക്കുന്ന സമയത്ത് 400 രൂപ. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഒരു ഷർട്ട് വാങ്ങാൻ പോയ സമയത്ത് ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, ആ ഷർട്ട് നോക്കുന്ന സമയത്ത് 2000 രൂപ, നമ്മൾ വിചാരിച്ചത് 850 രൂപ കിട്ടുന്ന, അതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതേപോലെ വലിയ ഹോട്ടലാണെങ്കിലും നല്ല കാറാണെങ്കിലും നമ്മളെ മൊബൈൽ ഫോൺ ആണെങ്കിലും നല്ല സാരി ആണെങ്കിലും നല്ല ഷർട്ട് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ആഗ്രഹിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? നമുക്ക് കാര്യമായ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് നമ്മൾ പോയില്ല. അതുകൊണ്ട് ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. അതുകൊണ്ട് കിട്ടുന്നത് വാങ്ങിയിട്ടാണ് നമ്മൾ ഭൂരിഭാഗം അഡ്ജസ്റ്റ് ചെയ്തത്. ഞാനൊരു മീറ്റിംഗ് പറഞ്ഞ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞത്, സാറേ ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്ന വാങ്ങലല്ല ജീവിതം. അപ്പൊ അയാളോട് പറഞ്ഞത്, സാറേ ഞാൻ ആഗ്രഹിച്ച ഭാര്യനല്ല കല്യാണം കഴിച്ചത്, കിട്ടിയ ഭാര്യനാണ് കല്യാണം കഴിച്ചത്. അയാളെ ചിന്ത പോയത് നിങ്ങൾ നോക്കണോ? ഹലോ, അപ്പൊ ഞാൻ ഭാര്യനെ മാറ്റാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഉള്ള ഭാര്യയ്ക്ക് ഉള്ള കുട്ടികൾക്ക് നല്ല സന്തോഷവും സമാധാനം കൊടുക്കാൻ ഈ മൈലേജ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കരിയറിനെ നിങ്ങൾ ഏറ്റവും നന്നായിട്ടാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെ, നമ്മളെ സ്വപ്നങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തി അതിനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ട്രെങ്ത്തിനെ കാണാനും പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കണം. വീക്ക്നെസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ഡ്രീം, എന്താവശ്യം? ക്ലിയർ ആയോ? നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 100% എഫേർട്ട് ഇടണം. എവിടെയാണോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുള്ളത്, അവിടെ 100% എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം. 100% എഫേർട്ട് ഇല്ലാത്ത റിസൾട്ട് ഉണ്ടാവൂല. ക്ലിയർ ആയോ? വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ജീവിതത്തിൽ രക്ഷപ്പെടൂല. നിങ്ങൾക്ക് നാട്ടിലുള്ള ഒരു അബുസലീം എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കൽപ്പറ്റ SI ആയിരുന്നു. ആ കൽപ്പറ്റ SI ആയ അബുസലീമിനെ ഒരു ദിവസം അമ്മയുടെ മീറ്റിംഗിൽ വെച്ചിട്ട് മലയാളം അസോസിയേഷൻ ഓഫ് ഇതുണ്ടല്ലോ, അമ്മ എന്ന സംഘടന, നമ്മുടെ സിനിമാ നടന്മാരെ, അപ്പൊ അതിന്റെ മീറ്റിംഗിൽ വെച്ചിട്ട് കാവ്യ മാധവൻ എന്ന് പറയുന്ന സിനിമാ നടി അവരുടെ ഈ പറയുന്ന അബൂഖാനെ കാണുക, അബുസലീമിനെ കാണുക. അബുസലീം എന്ന് പറയുന്നത് മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരളക്കായ ഒരാളാണ്, നല്ല ബോഡിയാണ്. അപ്പൊ കണ്ട സമയത്ത് കാവ്യ മാധവൻ ചോദിച്ചാണ്, അബൂക്ക എനിക്ക് തടി മെല്ലിയണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ അബൂക്ക നേരിട്ട് ഒരു 10 പുഷപ്പ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് നല്ല വേർപ്പും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ കാവ്യ മാധവന്റെ മുഖത്ത് നോക്കി അബൂക്ക പറഞ്ഞത് എങ്ങനെയാണ്? ബയർപ്പ് നിലത്തുറ്റിയാൽ തടി മെലിയും, അതേപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ മൈലേജ് മാർക്കറ്റ് രക്ഷപ്പെടും. ക്ലിയർ ആയോ? അതുകൊണ്ട് എഫേർട്ട് ഇല്ലാതെ, അധ്വാനമില്ലാതെ ആരെങ്കിലും ഇതിനകത്ത് വിജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഞാൻ സഹതപിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ക്ലിയർ ആയോ? അതുകൊണ്ട് 100% എഫേർട്ടിനെ പറ്റി മാത്രം ചിന്തിക്കാൻ പറ്റും. പ്രവർത്തിച്ച് തേഞ്ഞു പോലെ കുഴപ്പമില്ല. വെറുതെ ഇരുന്ന് തുരുമ്പെടുക്കരുത്. അതുകൊണ്ട് മൈലേജ് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ടർ ആളുകൾ പ്രവൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനങ്ങൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരും. ഓക്കെ, അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചു. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ മൈലേജ് മാർക്കറ്റിംഗ് ഒരു ITC ആവും. ഒരു മാസം 5-8 ലക്ഷം രൂപ വരുമാനം കിട്ടും. അതുകൊണ്ട് നല്ല ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ എല്ലാവരും സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഈ ബിസിനസ്സിനകത്ത് എല്ലാവർക്കും പറ്റുന്ന പാടെന്താ അറിയാമോ? എല്ലാവരും എനർജി ഉണ്ടാക്കും. എനർജി ഉണ്ടാക്കിയ ശേഷം ഒരു ട്രെയിനിങ്ങോ 2 ട്രെയിനിങ്ങോ ഒക്കെ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? മെല്ലെ വർക്കിലേക്ക് പോകും. ആ വർക്കിലേക്ക് പോകുന്നതനുസരിച്ച് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? ടീം നമ്മള് പുറത്തുള്ള ആളുകൾ, ഔട്ട്സൈഡ്സ് ആളുകളൊക്കെ നെഗറ്റീവാണ്. ഈ ബിസിനസ് പറ്റി മണിച്ചേനാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരെ കൺവീൻസ് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് വേണ്ടേ? അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇരിക്കും. നമ്മൾ നോക്കൂ, ഒരു എനർജി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ബന്ധു, നെഗറ്റീവായ മൈൻഡുള്ള ആള്. നിങ്ങൾ 100% ചാർജോടുകൂടി പോകുന്ന ആളാണ്. അപ്പൊ നിങ്ങളെ ചാർജ് ഒട്ടും കുറയാനും പാടില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായ ക്ലൈന്റ് ആളുകളെ നമ്മൾ ചാർജ് ആക്കുകയും ചെയ്യണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പകരം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഒരാളുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ, അയാളായിട്ട് സംസാരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ അയാളെ കംപ്ലീറ്റ് പോസിറ്റീവോ നമ്മൾ കംപ്ലീറ്റ് നെഗറ്റീവ് ആവും. ഹലോ, ക്ലിയർ ആയോ? അതുകൊണ്ട് ഒറ്റയാളെ കണ്ടു കഴിഞ്ഞാൽ, അമ്മാവന്റെ മകനെയോ അളിയനെയോ ആങ്ങളെയോ കൂടെ പഠിപ്പിച്ച മാഷോ കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് നിർത്തിപ്പോയ ആൾക്കാർ എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയാം.
ഇതെന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞുള്ള അടിസ്ഥാനപരമായ ഒരു വിശ്വാസം അവർക്കില്ല, അറിവില്ല. വെറുതെ ഇമോഷണലി മൈലേസ്റ്റർമാർക്ക് ലക്ഷങ്ങൾ കിട്ടും, കോടികൾ കിട്ടും, കാറുകൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് മൈലേസ്റ്റർമാർക്ക് ഇനി വന്നിട്ട് ഈ ബിസിനസ്സിനകത്ത് അപ്ഡേഷൻ നടത്താത്തതിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനർജി കുറയാതിരിക്കണം. കൂടെ വരുന്നവരെ എനർജി മോഡിലേക്ക് നിരന്തരമായി കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതൊരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. ഓക്കെ. അപ്പൊ ഈ മൈലേസ്റ്റർ മാർക്കറ്റിംഗ് ശൈലേഷ് എന്ന് പറഞ്ഞ ഞാൻ ഈ അടിസ്ഥാനപരമായ കാര്യത്തിനകത്ത് മാറ്റം വരുത്തി. അങ്ങനെ 2015 എന്ന് പറയുന്ന വർഷത്തിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിലേ കഷ്ടപ്പാടാണ്. കാരണം അന്ന് 2015-18 കാലഘട്ടത്തിലൊക്കെ ഒരു PUC ഇല്ല, ഒരു പ്രൊഡക്റ്റും ഇല്ല, ഒരു ഓഫീസും ഇല്ല, ഒന്നുമില്ല. മംഗലാപുരത്ത് പുറത്ത് 4 മണിക്ക് ട്രെയിൻ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി എത്തും. എന്നിട്ട് അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി നാട്ടിൽ കൊണ്ടുവരണം. ഒരു 5000 രൂപേന്റെ പുറത്തെടുക്കാൻ ഞങ്ങൾ 3 പേര് പോയിട്ടുണ്ട് തുടക്കത്തിൽ. പിന്നെ ഒരു 2 ലക്ഷം രൂപേന്റെ പുറത്തെടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എത്രമാത്രം റിസ്ക് ഉണ്ടാവും. ഒരു പോട്ടറുടെ പണി കണ്ട, അവിടെ ഒരു പോട്ടർ നിൽക്കുന്നുണ്ട്. ഒരു പോട്ടർ, ഈ നിൽക്കുന്ന ആൾ പോട്ടറാണ്. ക്ലിയറായ ആ പോട്ടർ എടുക്കേണ്ട പണി അടക്കം ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആലോചിക്കേ. അപ്പൊ അത്രയേറെ ഒരു മാറ്റങ്ങൾ മൈലേസ്റ്റർ മാർക്കറ്റിംഗിൽ തുടക്കത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഇത്രയേറെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ ഒരു തരി നമ്മളെ ഉള്ളിലുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെട്ടു പോകാതെ ഈ കഷ്ടപ്പാടിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചതാണ് ശൈലേഷ് ബാലിനെ ഒരു സീലിംഗ് അച്ചീവർ ആക്കി മാറ്റിയത്. ഓക്കെ. ആളുകളെ കല്ലെറിഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ കൂട്ടി വിളിച്ചിട്ടുണ്ട്, നിനക്ക് ഒരു പണിയിലേക്ക് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ കല്ലുകളൊക്കെ നമ്മൾ പെറുക്കി വെച്ചിട്ട് ഒരു സാമ്രാജ്യം നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. ആ സാമ്രാജ്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്പ്ലെൻഡർ ബൈക്കിൽ നിന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ശൈലേഷ് ബാൽ എന്ന് പറയുന്ന എന്റെ ലൈഫിലേക്ക് ഒരു ഹുണ്ടായി വർണ്ണ എന്ന് പറയുന്ന ഒരു കാറ് ആദ്യമായിട്ട് 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വന്നു. അന്ന് ഞാൻ റണർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സ്റ്റേജിന്റെ മുകളിൽ കയറിയ സമയത്ത് ഞാനൊരു സീലിംഗ് അച്ചീവർ ആണ്, നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ അകത്ത് ഒരു കാർ അച്ചീവർ ആയിട്ടും ഞാനന്ന് മാറി. അത്രയേറെ ഒരു മാറ്റം 2 വർഷക്കാലം കൊണ്ട് മൈലേസ്റ്റർ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10-30 വർഷക്കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരുപാട് ആളുകൾ കണ്ടിട്ടില്ലേ? പക്ഷെ 2 കൊല്ലം 30 കൊല്ലത്തെ അധ്വാനം ചെയ്ത് രക്ഷപ്പെട്ട എത്ര പേരെ കണ്ടിട്ടുണ്ട്? അതിലൊരാളായി ശൈലേഷ് ബാലിന് മാറാൻ പറ്റിയില്ലേ? അത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയറായോ? ഈ ബിസിനസ്സിനകത്ത് ആഴ്ചയിൽ 2,10,000 രൂപ ഈ ബിസിനസ്സിൽ ഞാൻ വരുമാനം അയച്ചു. നോക്കിയാട്ടെ. ഓക്കെ. ഇത്രയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇതായിരുന്നു എന്റെ വീട്. ഈ വീട് പറഞ്ഞാൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ദാരിദ്ര്യം എന്റെ വീട്ടിലില്ല. പക്ഷെ നന്നായി ജീവിക്കാനുള്ള ദാരിദ്ര്യമുണ്ട്. ലിവിങ് ഈസ് ഈസി, ബെറ്റർ ലിവിങ് ഈസ് ഡിഫിക്കൽട്ട്. പോർച്ചില്ലാത്ത വീടാണ്, അപ്സ്റ്റെയറില്ലാത്ത വീടാണ്, ലോക്കലായ ടൈലുകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചത്. ഒരു കാർ പോലും നിർത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ പോർച്ചില്ലാത്ത വീട്ടിൽ 3 കാറ് കയറ്റി തന്ന കമ്പനിയുടെ 4ാമത്തെ കാറ് കയറിയ കമ്പനിയുടെ പേരാണ് മൈലേസ്റ്റർ മാർക്കറ്റ്. ഇത്രയേറെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിരുന്നു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെക്കാളും അനുകൂലമായ സാഹചര്യമുള്ള ആളുകളൊക്കെ ഇന്നത്തെ മൈലേസ്റ്റർ മാർക്കറ്റ് ഇന്നത്തെ മീറ്റിംഗ് കേൾക്കുന്നുണ്ടാവും. വലിയ കാറുള്ള, വലിയ വീടുള്ള, വലിയ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളൊക്കെ ഇന്നത്തെ മീറ്റിംഗ് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഒന്ന് ഈ ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെക്കാളും വലിയ യോഗ്യതയൊന്നും നമ്മൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. സാഹചര്യങ്ങളെ നിങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനും, നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങളെ നിങ്ങൾ സൃഷ്ടിച്ചാൽ നിങ്ങൾ വിജയിക്കും എന്നല്ലേ ലോകം നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ സാഹചര്യങ്ങൾ മാറ്റിപ്പിടിച്ചാൽ മതി. ക്ലിയറായോ? അങ്ങനെ ഒരു 30 വർഷത്തെ പഴക്കമുള്ള ഈ വീടാണ്. ഈ വീട് നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് മാറി. ഏതാണ്ട് ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് 1400 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഞാൻ 3500 സ്ക്വയർ ഫീറ്റിൽ വീട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്. അതിന്റെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അത്തരത്തിലുള്ള ഒരു വലിയൊരു മാറ്റം നമ്മളുടെ പല ഹോട്ടലിൽ കണ്ടത്, അല്ലെങ്കിൽ പല വലിയ റിസോർട്ടിൽ കണ്ട എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ നമ്മൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു അപ്സ്റ്റെയർ വർക്കൊക്കെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അതേപോലെ തന്നെ 2 കാറുകൾ തുടക്കത്തിൽ ഞാൻ റിറ്റ്സ് കാറിലാണ് വന്നതെങ്കിൽ 2ാമത്തത് വെർണയായി, 3ാമത്തത് ഫോർച്യൂണറായി, 4ാമത്തെ കാർ ഇപ്പൊ നൈനി എന്ന് പറയുന്ന ഒരു 37 ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം ക്ലാസ് കാറിലാണ് ഇപ്പൊ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2.5 ലക്ഷം, 2.5 കോടി, 3 കോടിയൊക്കെ ഉള്ള BMW, ബെൻസ് പോലുള്ള പല അഡ്വാൻസ്ഡ് ലെവലിലുള്ള പല കാറുകളുടെയും ഫീച്ചേഴ്സ് ഈ കാറിൽ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ എനിക്ക് അറിയില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ കാറ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കണം. അതല്ലെങ്കിൽ ഒന്ന് വാങ്ങണം, ഒന്ന് ഓടിക്കണം. ഇത്രയേറെ ലക്ഷറി ആയ, ഇത്രയേറെ കംഫർട്ടായ ഒരു കാർ ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ല, ഇത്രയും പൈസക്കുള്ള. അപ്പൊ അത്രയേറെ ഒരു മഹത്തരമായ ലെവലിലേക്കുള്ള ജീവിത നിലവാരം മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ഈ ബിസിനസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ഒന്നും ആവാതെ പോയ എന്നെ പറ്റി മലയാള സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഒന്നും ആവാതെ പോയ എന്നെ പറ്റി മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലും മലയാള മനോരമ ഓൺലൈൻ പത്രത്തിലൊക്കെ ഫീച്ചർ വന്നു. ആ ഫീച്ചറിനകത്ത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, കോഴിക്കോട് ജില്ലയിലെ കാന്തൂർ സ്വദേശി ഇലക്ട്രിക് എഞ്ചിനീയർ, മാർക്കറ്റിംഗ് താല്പര്യമായിട്ട് അതിലേക്ക് വന്നു. 3 മാസം കൊണ്ട് 20,000 രൂപ മാസം വരും. അങ്ങനെ സക്സസ് സ്റ്റോറി വന്നു. അപ്പൊ സ്റ്റാർ ഹെൽത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു അടിസ്ഥാനപരമായ എന്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 10-15,000 രൂപയായിരുന്നു. ഒരു 10,000 രൂപ 15,000 രൂപയ്ക്ക് ഉള്ളിലാണ് ഒരു ഇൻസെന്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ, ഇൻസെന്റീവ് എന്ന് പറയുന്നത് നല്ല കമ്മീഷൻ ആയിട്ട് നമുക്ക് കിട്ടിയത്. അവിടെ നിന്ന് ഒരു 7 വർഷക്കാലം കഴിഞ്ഞ് 8ാമത്തെ വർഷത്തേക്ക് കടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 7 ലക്ഷം രൂപ എന്റെ ഹയസ്റ്റ് ഇൻകമായിട്ട് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാനിത് കാണുകയാണ്. ഓക്കെ, അപ്പൊ സാഹചര്യങ്ങൾ മാറ്റിപ്പിടിച്ച സമയത്ത് ലൈഫും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെനിക്ക് വളരെ അഭിമാനമുണ്ട്. ഈ മൈനസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇന്ന് എന്റെ പരിമിതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് വലിയൊരു ടീം ആന്ധ്രയിലുണ്ട്. അതായത് കേരളത്തിന്റെ ഒരു 3 ഇരട്ടി 5 ഇരട്ടി വലിയ ഒരു പൊട്ടൻഷ്യലുള്ള ഏരിയയുള്ള സ്ഥലമാണ് ആന്ധ്ര. ആന്ധ്രയിൽ 2 സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ട്, ആന്ധ്രയും തെലങ്കാനയും. അപ്പൊ ആന്ധ്രയിലും തെലങ്കാനയിലും ഇപ്പൊ എനിക്ക് നല്ലൊരു ടീമുണ്ട്. ഏതാണ്ട് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ TCA ലീഡർമാരാണ്. അത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഏറാക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ തമിഴ്നാട് വെച്ചിട്ടുണ്ട്. അന്ന് പങ്കെടുത്ത ആൾക്കാരാണ്. ഏതാണ്ട് ഒരു 100-120 ആൾക്കാരെന്ന് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വലിയ മാറ്റം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 15-ലധികം പിന്നെ STC ലീഡർമാർ അവിടെ ഉണ്ട്. ഒരു RTC STC ഉണ്ട്. ഇവിടെ ഞാൻ പോയി സംസാരിക്കുന്ന സമയത്ത് ഭാഷ എല്ലാ ബിസിനസ്സും എല്ലാ പ്രവൃത്തിക്കും ഒരു വലിയ എന്താ പറയുക ഒരു മാറ്റം ആണ്. ഭാഷ എന്ന് പറയുന്നത് ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷെ എനിക്ക് അവിടെ ഒരു ഭാഷ പോലും അറിയില്ല. ഞാൻ അവിടെ പോകും, അന്തിരിക്കും നമസ്കാരം, ബാബുനാര, എല്ലാവർക്കും സുഖമാണോ എന്ന് പറയും, ചെപ്പണ്ടി, ഇതൊക്കെയാണ് ഞാൻ പറയും. ചെപ്പണ്ടി എന്നൊക്കെ അറിയൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയൂ, വേറെ ഒന്നും എനിക്ക് അറിയൂല. പക്ഷെ അവിടെ നിന്ന് 12 കോടി രൂപയുടെ ബിസിനസ് കയറി. അപ്പൊ ഞാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മൊത്തം ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുകൂലമായ ഒരു സാഹചര്യമാണ് നിങ്ങളെ കയ്യിൽ തന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മൊത്തം ഞാൻ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്, ഓൾ ഓവർ ഇന്ത്യ മൊത്തം. അപ്പൊ ഞാൻ നൈനി എന്ന് പറയുന്ന കാർ വാങ്ങി കൊടുക്കുക. അതാണ് എന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. ആ കാശ്മീരിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് ഞാൻ പോകും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വെറും യാത്രയല്ല, ഒരു ട്രാവൽ അല്ല, ഒരു ടൂർ പോകാൻ വേണ്ടിയല്ല. അവിടെയൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കോൺടാക്റ്റുകൾ നല്ല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൾ ഓവർ ഇന്ത്യ മൊത്തം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 5 വർഷക്കാലം കൊണ്ട് എവിടെയെങ്കിലും ഇന്ത്യ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ആളുകളെങ്കിലും ഒരു റിക്രൂട്ട്മെന്റ് വേണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്തതൊന്നുമല്ല മൈനസ് മാർക്കറ്റ്, ഇനി ചെയ്യാൻ പോകുന്നതാണ് മൈനസ് മാർക്കറ്റ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കും വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്തകത്തും പുറത്തും ഒക്കെ ഈ മൈനസ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ആയ കാര്യങ്ങൾ എന്താണ് ബേസിക്, ഇതിനെപ്പറ്റി മാക്സിമം പഠിക്കുക, മാക്സിമം നിങ്ങളെ കഴിവും കപ്പാസിറ്റി ഉണ്ടാക്കുക, അതിന് നിങ്ങൾ ഉപയോഗിക്കുക, ലീഡർഷിപ്പ് ഉണ്ടാക്കുക, കരുത്തുണ്ടാക്കുക, ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുക, സ്വന്തം കാര്യം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളായി നിങ്ങൾ മാറുക. ഇത്തരം കാര്യത്തിനകത്ത് നിങ്ങൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആവുന്നു അത്രമാത്രം നിങ്ങൾക്ക് ഒരു വലിയ ലോകം മുന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ബിസിനസ്സിനകത്ത് 2023-24 കാലഘട്ടത്തിൽ ഞാൻ അടുത്ത ടാക്സ് ആണ് 2,96,000 രൂപ എടുത്ത് ഞാൻ ഇതിന്റെ അകത്ത് ഇൻകം ടാക്സ് ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു മാറ്റം ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പല ആളുകൾ ഈ ബിസിനസ് പറ്റി പറയുന്ന സമയത്ത് സാറേ പ്രോബ്ലം ശരിയാവുന്നില്ല ഇത് തന്നെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും, അതിനുള്ള കാരണം എന്താണ്, നിങ്ങൾ ചെയ്യുക ഇതാണ്, നിങ്ങൾ ബിസിനസ് ആണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ബിസിനസ് ബിൽഡ് ചെയ്യാനോ പറ്റൂല, എനിക്ക് പറ്റൂല. നിങ്ങളോട് ആരാ പറഞ്ഞ ബിസിനസ് ബിൽഡ് ചെയ്യാൻ? യു കാൻ ബിൽഡ് എ ബിസിനസ്. നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ബിൽഡ് ചെയ്യാം, എന്താണ് അറിയോ, ബട്ട് യു ക്യാൻ ബിൽഡ് എ ടീമിനെ ബിൽഡ് ചെയ്യും. നിങ്ങളെ കോണ്ടാക്ട് എടുക്കുക, ആളുകളെ കൊണ്ടുപോവാ, കോണ്ടാക്ട് എടുക്കുക, ആളുകളെ കൊണ്ടുവരിക, ക്ലിയറായോ? എന്നിട്ട് അതിന് എഡ്യൂക്കേഷൻ സംവിധാനം കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവിടെ എത്തിക്കുക. എന്ന് പറഞ്ഞാൽ മീറ്റിംഗിലേക്കും ട്രെയിനിങ്ങിലേക്കും പ്രോപ്പറായ ഇൻഫർമേഷൻ കൊടുക്കുക, മീറ്റിംഗ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അറിവ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ക്ലിയറായോ? അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്ക്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവും. അതുകൊണ്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ കുടുംബക്കാരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. ആ സിസ്റ്റമാണ് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടായി തരുന്നത്. നിങ്ങൾ സിസ്റ്റവും ചെയ്യൂല, സിസ്റ്റമായിട്ട് കണക്റ്റും ചെയ്യൂല, മീറ്റിങ്ങിലും വരൂല, ട്രെയിനിങ്ങിലും വരൂല, പിന്നെ എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാനാണ് ആലോചിച്ച് നോക്കിയത്? അപ്പൊ ഒന്ന് മാറി ചിന്തിക്കും. നിരന്തരമായി ട്രെയിനിങ്ങിലും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക, ടീമിനെ മീറ്റിംഗിലും ട്രെയിനിങ്ങിലും അറ്റൻഡ് ചെയ്യിപ്പിക്കുക, പുതിയ കോണ്ടാക്റ്റുകൾ എടുക്കുക. ആ കോണ്ടാക്റ്റിന് എപ്പോഴും നിങ്ങൾ ഇതേപോലെ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക, വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടേയിരിക്കുക, വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുക. യു ക്യാൻ ബിൽഡ് ദ ബിസിനസ്. ഓക്കെ, ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, പിന്നെ ഈ ബിസിനസ് അത് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുക ഒരിക്കലും നടക്കൂല. കാരണം എന്താണ്,
ഇത് ഒരു പറ്റം ആളുകളെയും കൂടി കൂട്ടി ഉപയോഗിക്കേണ്ട ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്ത കാര്യമില്ല. ഡോണ്ട് കമ്പയർ അതേഴ്സ്, ജസ്റ്റ് കമ്പയർ യുവർ സെൽഫ് എന്നാ പറയാം. മറ്റൊരു ആളുകളായിട്ട് കമ്പയർ ചെയ്ത കാര്യമില്ല. ഞാൻ ശൈലേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒറ്റ വ്യക്തിയുള്ളൂ. ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഈ കയറിയിരിക്കാനോ അല്ല ആ വ്യക്തി ആവാനോ ഒരാൾക്കും പറ്റൂല. എനിക്ക് ഞാനാവാനും പറ്റൂ, ബല്യസാർക്ക് ബല്യസാറാകാനും പറ്റൂ. എല്ലാ ആളുകൾക്കും അതേപോലെ ഓരോ വ്യക്തി ആകാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കംപ്ലൈന്റ് പറയുന്ന ആളുകളിൽ നിന്ന് മാറി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളുകളെയും മാറുക. ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂ നിൽക്കുന്ന ലൈനാണ് കംപ്ലൈന്റ്. അപ്ലൈന്റ് എടുത്ത് കംപ്ലൈന്റ് പറയാൻ പോവുക, അല്ലെങ്കിൽ ഡൗൺലൈനിനെ പറ്റി അപ്ലൈന്റ് എടുത്ത് കംപ്ലൈന്റ് പറയുക, ഈ ബിസിനസ് പറ്റി കംപ്ലൈന്റ് പറയുക, ഇതൊക്കെ പറയുന്ന ആളുകളായിട്ട് ആൾക്കാർ മാറാറുണ്ട്. അവിടുന്ന് മാറി നന്ദിയുള്ളവന്റെ ക്യൂയിലേക്ക് നിൽക്കുക. നമുക്ക് കിട്ടിയ അവസരത്തിന് നന്ദി പറയുക, ഈ ആരോഗ്യത്തിന് നന്ദി പറയുക, ഈ സമ്പത്തിന് നന്ദി പറയുക, ഈ അവസരത്തിന് നന്ദി പറയുക. അങ്ങനെ നമ്മളുടെ പോരായ്മകൾ നമ്മൾ തിരുത്തി മറ്റുള്ള ആളുകൾ പറയുന്ന ആളുകളായി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വളർത്തിയവരാ നമുക്ക് എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കണം. ഈ അവസരം തന്നവരാ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കണം. ഈ നമുക്ക് നല്ല ഭക്ഷണം തരുന്നവരാ നന്ദിയോട് സ്മരിക്കണം. അങ്ങനെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ നമുക്ക് സമ്പത്ത് വരും. നന്ദി ഇല്ലായ്മ നമുക്ക് ദാരിദ്ര്യം തരും, നന്ദി നമുക്ക് എന്ത് തരും, സമ്പത്ത് തരും. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ മുസ്ലിം സഹോദരന്മാരാണെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്കറിയാലോ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ലേ? മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും മനസ്സിലാക്കി, കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി, സക്കാത്ത് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ്സിനകത്ത് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, കംപ്ലൈന്റിന്റെ പട്ടികയിൽ നമ്മൾ മാറണം. ഓക്കെ, നെവർ പുട്ട് ദ കീ ഓഫ് യുവർ ഹാപ്പിനെസ് ഇൻ സമ്മൺ എൽസ് പോക്കറ്റ്. കാര്യം മനസ്സിലായില്ലേ? നിങ്ങളുടെ സന്തോഷത്തിന്റെ, നിങ്ങളുടെ സമാധാനത്തിന്റെ, നിങ്ങളുടെ ഏണിങ്സിന്റെ, നിങ്ങളുടെ സമ്പത്തിന്റെ താക്കോല് വേറെ ആരെയും കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഇതൊന്നും തെരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങളെ ഡെവലപ്പ് ചെയ്താൽ, നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിച്ചാൽ, നിങ്ങൾ അറിവിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ താക്കോലും ഒരു കാലത്ത് തുറക്കും, പൂട്ട് തുറക്കും. നിങ്ങൾ അതിനകത്ത് വിജയിച്ച് കയറി നിങ്ങൾക്ക് നടക്കാനും പറ്റും. ക്ലിയർ ആയോ? അതുകൊണ്ട് കംപ്ലൈന്റ് പട്ടികയിൽ നിന്ന് മാറുക, അവനവന്റെ പോരായ്മകളെ പറ്റി മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഏതാണ്ട് നമുക്ക് 10-15 മിനിറ്റ് പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രതീക്ഷകളെ ഒരിക്കലും കൈവിടാതിരിക്കുക. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാതിരിക്കുക. മൈലേഴ്സ് മാർക്കറ്റിംഗ് വിജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ ബിസിനസ് ഒരിക്കലും അവസാനിപ്പിക്കാതിരിക്കുക, നിർത്താതിരിക്കുക, ഇറങ്ങിപ്പോകാതിരിക്കുക. ക്ലിയർ ആയോ? ഒരിക്കലും ഈ ബിസിനസ് നിർത്തില്ല എന്നുള്ള തീരുമാനം നിങ്ങളെ പകുതി വിജയിപ്പിച്ച വ്യക്തിയായിട്ട് മാറ്റി. ക്ലിയറായ സുന്ദരിയായ പാതിവാഹിതയായി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ലേഡീസിനെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സൗന്ദര്യവും സ്വഭാവവും ഏറ്റവും കൂടുതൽ അവരുടെ വിവാഹ ജീവിതത്തിനും അവരുടെ വലിയ കുടുംബത്തിനും സ്വാധീനിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് സുന്ദരിയായാൽ പാതിവാഹിതയായി. ആ സൗന്ദര്യം അവരുടെ പെരുമാറ്റത്തിൽ വരണം, അവരുടെ ആ പറയുന്ന സൗന്ദര്യത്തിലും വരണം എന്ന് പറയാറുണ്ട്. അതേപോലെ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ പാതി വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ് ഒരിക്കലും നിർത്താതിരിക്കുക എന്നുള്ളതാണ്. ഒരു വരുമാനം ഇല്ലെങ്കിൽ മീറ്റിംഗിൽ പോകണം, ഒരു വരുമാനം ഇല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരാൾ നിങ്ങൾ ബിസിനസ്സിനകത്തില്ല എന്ന് വിചാരിച്ചാലും നിങ്ങൾ ഈ ബിസിനസ് ഒരിക്കലും നിർത്താൻ പാടില്ല, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ ആയോ? അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. രണ്ടാമത് എന്താ അറിയോ? പ്രവർത്തിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്നുള്ള. വെറുതെ ഒരു കാര്യമില്ല. എന്നോട് ഒരു സുഹൃത്ത് ഒരു ദിവസം പറഞ്ഞു, സാറ് വിജയിച്ച ആളാണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളൊരു മാതൃകാപരമായ നിങ്ങളായി മാതൃകയായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമാണല്ലോ എന്നെ മാതൃകയാക്കണം എന്നുള്ളത്. ഓക്കെ, ഞാൻ അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തു. എന്നും പിടിച്ചു നിന്ന് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ 1 മാസം കാര്യമായ റിസൾട്ട് ഇല്ല, 2ാമത്തെ മാസം റിസൾട്ട് ഇല്ല, 3ാമത്തെ മാസം റിസൾട്ട് ഇല്ല. അതുപോലെ ഞാൻ കണ്ട സമയത്ത് ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെ പോകുന്നു ബിസിനസ് എല്ലാം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ കാര്യമായ ഒരു മാറ്റമൊന്നുമില്ല സാറേ, ഞാൻ ഫുൾ ടൈം കരിയറായിട്ട് കാര്യമായ മാറ്റമൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന വരുമാനം പോലും ഇപ്പൊ താഴോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയൊരു സങ്കടമായി. കാരണം ഞാൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങിനനുസരിച്ച് അദ്ദേഹത്തിന് മാറ്റം വരുന്നില്ല. അത് എന്റെ കൂടി ഒരു മിസ്റ്റേക്ക് ആണല്ലോ. അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ വീട്ടിൽ വരാൻ തന്നു. അങ്ങനെ രാവിലെ ഒരു 10 മണിക്ക് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് കാണുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തുള്ള ഈ പറയുന്ന കോലയിലെ വരാന്തയിലുള്ള ഒരു വലിയൊരു തൂണുണ്ട്. ആ തൂണും പിടിച്ച് ഇദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. കാരണം എന്താണ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, പിടിച്ചു നിന്ന് പ്രവർത്തിച്ച മൈലേഴ്സ് മാർക്കറ്റ് രക്ഷപ്പെട്ടു. ഇയാളെ പരിപാടി എന്താണ്? രാവിലെ കുളിച്ച് പുറപ്പെടുക, എന്നിട്ട് തൂണ് പിടിച്ചു വെക്കുക. ഹലോ, മൈലേഴ്സ് മാർക്കറ്റിംഗ് ആണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും? ഉമർ സാബ് നിങ്ങൾ പറ, നിങ്ങളൊക്കെ എമ്മാരി ഓട്ടായി ഓടുന്നത്. അതുകൊണ്ട് മൈലേഴ്സ് മാർക്കറ്റിംഗ് പറയുന്ന ബിസിനസ്സിനകത്ത് ഈ പിടിച്ചിരിപ്പല്ല പറഞ്ഞത്.
വീട് വിട്ടിറങ്ങി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള പിടിച്ചുനിൽപ്പ്. കാര്യങ്ങൾ റെഡിയാകുന്നില്ലെങ്കിൽ റെഡിയാക്കി എടുക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി പിടിച്ചത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ കാര്യമൊന്നും പറയാനില്ല. പ്രതീക്ഷകൾ എപ്പോഴും ഒരു മനുഷ്യനെ വിജയിപ്പിക്കാനും ജീവിതത്തിനകത്ത് മാറ്റം വരുത്താനും ഏറ്റവും കൂടുതൽ തയ്യാറാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു കഥയോട് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയൊരു കൊച്ചു കുട്ടികൾ ഉണ്ടാവാറുണ്ട്, ചെറിയ കൊച്ചു കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ആ കുട്ടികളൊക്കെ എണ്ണി കളിക്കും, കണ്ണാട പൊത്തി കളിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ എണ്ണി ആ എണ്ണിയ സമയത്ത് ആദ്യത്തെ ചെറിയൊരു ഒരു അനുജത്തിയും ഒരു ചേച്ചിയും കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ എന്നെ ഉടനെ തന്നെ ചേച്ചിയാണ് എണ്ണുന്നത്, അനുജത്തിയാണ് ഒഴിക്കുന്നത്. അങ്ങനെ 10 വരെ എണ്ണുന്ന സമയത്ത്, കണ്ണുറങ്ങുന്ന സമയത്ത് ചേച്ചിക്ക് അറിയാം ഈ അനുജത്തി കുട്ടി അധികം ദൂരമൊന്നും പോകില്ല, തൊട്ടടുത്ത് എവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ എണ്ണിയെ ആ പറയുന്ന തൂണിന്റെ അടുത്ത് നിന്ന് എന്നെ എങ്ങോട്ട് പോകാതെ നോക്കുന്ന സമയത്ത് കാർപോർച്ചിന്റെ അടുത്ത് നോക്കുമ്പോ ഒരു കുഞ്ഞുടുപ്പ് പുറത്ത് നിൽക്കുകയാണ്. കാരണം കുഞ്ഞു മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ ആ കുട്ടി ഒളിച്ചിട്ടുണ്ട്, പക്ഷെ ഡ്രസ്സ് പുറത്തായി പോയി. പെട്ടെന്ന് കണ്ടുപിടിച്ച സമയത്ത് ആ കുഞ്ഞഞ്ചെത്തി തോറ്റു. പക്ഷെ ആ തോറ്റുപോയ കുഞ്ഞഞ്ചെത്തിക്ക് ഭയങ്കര നിരാശയായി. ആ നിരാശയായ കുഞ്ഞഞ്ചെത്തിയെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചേച്ചി പറഞ്ഞു, ഞാൻ ഒന്നുകൂടി എണ്ണ, മോളെ ഒളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 എണ്ണിയ സമയത്ത് ഈ കുഞ്ഞഞ്ചെത്തിയെ നേരത്തെ ഒളിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തും കാണുന്നില്ല. അങ്ങനെ അകത്തേക്ക് മെല്ലെ കടന്ന സമയത്ത് അകത്തുള്ള ഒരു കൊട്ട, ഒരു നമ്മളുടെ ഡ്രസ്സൊക്കെ അലക്കാനിട്ട ഒരു ചെറിയൊരു കൊട്ടയുണ്ട്. ആ കൊട്ടയ്ക്ക് അകത്ത് നിന്ന് ഈ ചെറിയ കുഞ്ഞു മോള് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ് ചേച്ചി ഉണ്ടോ. ആ സമയത്തും പിടിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ മൂന്നാമതായി ഈ കുഞ്ഞനുജത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീണ്ടും എണ്ണി 1 2 3 4 5 6 7 8 9 10 എണ്ണി. 10 എണ്ണിയ സമയത്ത് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും സെർച്ച് ചെയ്തിട്ടും ഈ ചേച്ചിക്ക് അനുജത്തിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ചേച്ചിക്ക് ഭയമായി. കാരണം എവിടെയോ പോയി ഒളിച്ചിട്ട് എന്റെ അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ആ വീടിന്റെ ഒരു ആരും പോകാത്ത ഒരു ഇരുട്ടറയുണ്ട്. ആ ഇരുട്ടറ ആരും പോകാറില്ല, അത് അടച്ചിട്ടതാണ്. അത് ഭയങ്കരമായ ഒരു പേടിപ്പെടുത്തുന്ന ഒരു റൂം പോലെയാണ്. ആ റൂമിന്റെ അകത്തേക്കാണ് ഈ കുട്ടി തള്ളിപ്പോയിട്ട് ഒളിച്ചിരിക്കുന്നത്. അപ്പോ അതിൽ ഒളിച്ചിരുന്ന കുഞ്ഞനുജത്തി ആകെ പേടിച്ചരണ്ട് ആ ഉറക്കെ നിലവിളിക്കണം എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ 2 തവണ തോറ്റ ആ കുട്ടിക്ക് 3-ാം തവണ തോൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കരച്ച് ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ആ കുട്ടി അവിടെ നിന്ന് പേടിച്ച് ഭയത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് അവിടെ ആ റൂമിന്റെ ഒരു മൂലയിൽ ഒരു മെഴുകുതിരി കണ്ടു. ആ മെഴുകുതിരി അടുത്തേക്ക് കുട്ടി പോയ സമയത്ത് അതൊരു മെഴുകുതിരിയല്ല, 3 മെഴുകുതിരിയാന്ന് കുട്ടിക്ക് മനസ്സിലായി. അതിൽ നടുക്കിയിരിക്കുന്ന മെഴുകുതിരി ലവിന്റെ, സ്നേഹത്തിന്റെ പ്രതീകമായ ഒരു മെഴുകുതിരിയായിരുന്നു. കുട്ടി ഏറ്റവും കൂടുതൽ ആ മെഴുകുതിരി ആ സമയത്ത് കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് പരസ്പരം അവർക്ക് ഒരു ഇഷ്ടവും ഒരു വലിയ ഒരു താല്പര്യമൊക്കെ തോന്നി. അങ്ങനെ ലവ് എന്ന് പറയുന്ന മെഴുകുതിരി ഏതാണ്ട് 10 മിനിറ്റിന് ശേഷം കുട്ടിയോട് പറഞ്ഞു, ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹനഷ്ടം മാത്രമേ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എത്രയോ ദിവസമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ ലവിന്റെ മെഴുകുതിരി സ്വയം കെട്ടുപോയി. ആ ലവിന്റെ മെഴുകുതിരി കെട്ടുപോയതോടുകൂടി തൊട്ടരിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ മെഴുകുതിരിക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ തന്നത്, ജീവിക്കാനുള്ള ആത്മവിശ്വാസം തന്നത് സ്നേഹം എന്റെ തൊട്ടടുത്തുണ്ടല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു. പക്ഷേ സ്നേഹം നഷ്ടപ്പെട്ട ആ പറയുന്ന സമയത്ത് വിശ്വാസത്തിന്റെ മെഴുകുതിരി പറഞ്ഞു, ഈ സ്നേഹമില്ലാത്ത ലോകത്ത് ഈ വിശ്വാസം ഒരു പ്രസക്തിയില്ലാതെ പറഞ്ഞ് ആ വിശ്വാസത്തിന്റെ മെഴുകുതിരിയും കെട്ടുപോയി. മൂന്നാമത് ഇരിക്കുന്ന ഹോപ്പ് എന്ന് പറയുന്ന മെഴുകുതിരിയ. അപ്പൊ 2 മെഴുകുതിരി ഇഷ്ടപ്പെട്ട 2 മെഴുകുതിരി കെട്ടുപോയതോട് കുട്ടി വാവിട്ട് കരയാൻ തുടങ്ങി. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട ഉടൻ തന്നെ ആ ഹോപ്പിന്റെ പ്രതീക്ഷയുടെ മെഴുകുതിരി കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി കരയല്ലേ, നീ എന്നെ എടുക്കൂ. എന്നിട്ട് നേരത്തെ നിനക്ക് ഇഷ്ടപ്പെട്ട 2 മെഴുകുതിരി ഉണ്ടല്ലോ, കെട്ടുപോയ 2 മെഴുകുതിരി ഉണ്ടല്ലോ, ആ മെഴുകുതിരി കത്തിക്കുന്നു പറഞ്ഞു. ആ കുട്ടിയുടെ കയ്യിൽ ആ ഹോപ്പിന്റെ പ്രതീക്ഷയുടെ മെഴുകുതിരി ആ പറയുന്ന മെഴുകുതിരി എടുത്ത് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ലവിന്റെ മെഴുകുതിരിയെയും അതേപോലെ തന്നെ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ മെഴുകുതിരിയെയും ആ കുട്ടി കത്തിച്ച് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് കഥ. ഹലോ, ലോകത്ത് നിങ്ങൾക്ക് സ്നേഹം നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെട്ടാലും ഒരു തരി പ്രതീക്ഷയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കഥയിലൂടെ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനകത്ത് ഒരു ഇലക്ട്രിക് എഞ്ചിൻ ഡിപ്ലോമ കഴിഞ്ഞ, ഗ്രാഫിക് ഡിസൈൻ കഴിഞ്ഞ, ഇല്ലുസ്ട്രേറ്റർ, മൾട്ടിമീഡിയ, ഓട്ടോകാർഡ് കഴിഞ്ഞ, ജീവിതത്തിൽ പലതും നേടണമെന്ന് ആഗ്രഹിച്ച ശൈലേഷ് ബാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇരുണ്ട ദിവസങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു പ്രതീക്ഷ തന്ന് മൈലേജ് മാർക്കറ്റിംഗ് കോടീശ്വരനാക്കിയ കമ്പനിയുടെ പേരാണ് മൈലേജ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ
ഓപ്പർച്യൂണിറ്റി. ക്ലിയർ ആയോ? ഓക്കെ. ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ, ഒന്നും ആവാതെ പോയ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്ത ഈ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ വിജയിച്ച ഈ ഒരു വിജയതന്ത്രം, ഇതൊരു സക്സസ് ട്രാക്ക് നിങ്ങളെയും വിജയിപ്പിക്കാൻ കരുത്തുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ കണ്ടെത്തുക, സ്ട്രെങ്ത്തിനെ നിങ്ങൾ ഏറ്റവും നന്നാക്കുക. എനിവേ, ഇന്നത്തെ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മീറ്റിംഗ് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച നൗഫൽ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.